ഭഗവാനെ കാത്തുരക്ഷിക്കണമേ. ലോൺ എടുത്ത് തുടങ്ങിയ ഭൂത്താണേ. കഴിഞ്ഞ മാസം ബാങ്കിൽ പൈസ അടച്ചിട്ടില്ലേ. ഓള് വിളിക്കാനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണമേ. ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണമേ. ഹലോ, ആര്? അപ്പുറത്തെ കടയിലെ രാഘവന് കൊടുക്കാനാ? നിങ്ങളാരാണ്? ഇല്ലില്ല, ബുദ്ധിമുട്ടാ. എടാ, ടെലഫോൺ ബൂത്താണ്. രാവിലെ തിരികെത്തിച്ചങ്ങോട്ട് തുടങ്ങിയേ ഉള്ളൂ. കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാ. കുറച്ച് കഴിഞ്ഞു വിളി വെച്ചിട്ട് പോയ അവിടുന്ന്. അതെ, എവിടെ നിന്നായിരുന്നു? അവിടെ തുറന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ടം പോലും വിറ്റിട്ടില്ല. അതിന് രാഘവനോട് അവിടെ തങ്കമ്മയ്ക്കോട് ഒരെണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. ഫോൺ ചെയ്യണം. അതെന്താ ചെയ്തു? ഹലോ, ഉണ്ട്, അതുണ്ട്. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 250 രൂപ. അയ്യോ, ചേട്ടാ ആളുണ്ട്. വേറെ ഉണ്ടോ? അല്ല, വേറെ അപ്പുറത്തുണ്ട്. നോക്കിക്കോ. അത്യാവശ്യമായി. ശരി, ആയിക്കോട്ടെ. ഹലോ, ഓമന. ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഭയങ്കര വർക്കാ. പപ്പ ലണ്ടനില് ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? ചൂടായിരുന്നു. ഓക്കെ പപ്പ. പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോ മമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ, ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് മമ്മയെ ഇപ്പൊ വിളിക്കുന്നുണ്ടോ? 6 വിളിക്കുന്നുണ്ടോ? ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, 6 കോടുണ്ടോ? 6 കോടോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തോണ്ട് വരുന്നതാണ്. കൊണ്ടുവന്നതും ഇല്ലല്ലേ. അല്ല, ആരെങ്കിലും വഴുത്തുമ്പോ കാക്കയുടെ വായി കുണ്ടെന്ന് പറയുന്നത്. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. നമുക്ക് രസമുണ്ട് ചായ. മമ്മി, പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാനാ ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. കുഴപ്പമില്ല, ഞാൻ 2 മാസം കഴിയുമ്പോ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഡ്യൂട്ടിക്ക് പോവാ. പിള്ളേർ പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളൂ ഇന്ന് മേടിക്കണത്. ചേട്ടാ ഇരിക്കണം. ഞാൻ പുറത്താണ്. ഇരിക്കട്ടെ. അപ്പുറത്ത് രാവിലെ കട നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. ചായ വേണ്ട. എന്താ ചായ വേണ്ട, ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്നാക്സ് കിട്ടും. ഏതാ ഫ്രൂട്ട് സ്നാക്സ്? മനസ്സിലായില്ല? അറിയില്ല? ഇല്ലല്ല. അല്ല, ഏതാ ചോദിച്ചാൽ? കൺട്രി പ്ലസ് ഫ്രൂട്ട് സ്നാക്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ ബിദിരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാം. ഏതാ ചോദിച്ചാൽ? ഞങ്ങളുടെ ബിദിരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. അതല്ല, സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല, രായമാമന്റെ നമ്പർ തന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കൈ കാണും. ഇത് എന്റെ ചോദിച്ചേക്കണേ. അത് പറഞ്ഞാൽ അതെങ്ങനെയാണ് സംഭവം? മനയാന്ന് ഞാൻ കാര്യത്തിൽ ചന്തയിൽ പോയി എലിയോടത്ത് സംസാരിച്ച് അപ്പൊ അവർ പറഞ്ഞത് പെരിച്ചാഴികൾ നീ അവിടെ കയറി ആക്രമിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുന്ന ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ, എന്തൊരു ഭാഷ പറഞ്ഞു? അല്ല സാറേ, സാറ് ചായ കുടിക്കത്തില്ല. എന്തൊരു വാക്ക് പറഞ്ഞത്? എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ചായ ഞാൻ പറയട്ടെ. ഞാൻ എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവരടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല, അതെനിക്കറിയാം സാർ. അവർ വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യം എന്ന ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞും കുടിച്ചോണ്ടാണ് പോയത്. മനസ്സിലായ? അല്ല, എന്റെ പൊന്ന് സാർ, നേരത്തെ എന്തോ വാക്ക് പറഞ്ഞു. ഇല്ലല്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രൂട്ടി കുടിക്കുക. ആ ഫ്രൂട്ടി കുടിക്കണ. എന്റെ പൊന്ന് സാറാ വേണ്ട. ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാർ, ആരെ കാണണമെന്ന് പറഞ്ഞു? ആരെ നമ്പർ വേണമെന്ന് പറഞ്ഞു? രായമാമന്റെ. രായമാമൻ ഇത് എവിടെ ഊളംപാറന്ന് ചാടി വരികയാന്ന് പോകും. കേറി വരും ഓരോന്നിനൊക്കെ. ഭഗവാനെ, രാവിലത്തെ എന്തായാലും കഴിഞ്ഞു. എന്താ
വിളിച്ചോ. അല്ല കണ്ടല്ലോ വലിയ പോലെ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസം ഓ അത് ശരി. പാലത്തിനടുത്ത് ആ. ഒരുപാട് വിളിച്ചോ? ഓ അതിനെന്താ വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഒരുപാട് കുഴപ്പമുണ്ടോന്ന് എനിക്കും അറിയണം. അല്ല, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നില്ല. കോള് വിളിച്ചോ? ഓ വിളിച്ചോ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓ ഒരു ബുദ്ധിമുട്ടില്ല. ഓമന 112 രൂപ അവളെ വെട്ടി കീറാ ഇതുവരെ കൊണ്ടുവന്നു. ഹലോ ആണ്. അയ്യോ ചേട്ടാ ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നില്ലേ? അതെ അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് വേറെ എന്താണ് അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ ഈ റൈറ്റിലോട്ട് സൈഡിൽ ആ ശരി ഇവിടെ കാണും. കാണും. അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു. ആയിക്കോട്ടെ. നേരത്തെ വന്നേ പാവം. മാമ നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തുള്ളേ. ഒരു 3:30 ഞാൻ എത്തും. ഓ എടുത്ത കയ്യിലിരിപ്പുണ്ട്. ഓ ശരി എന്നാ. പിന്നെ ഇതൊക്കെ ഇത് ഒരു 10-100 ഉണ്ടെണ്ണം. 600 രൂപ. ഇതിപ്പോ നിർബന്ധമല്ലേ? പിന്നെ ഭയങ്കര ചെക്കിങ്, മുക്കിൽ ചെക്കിങ്. പോലീസ് പിടിക്കില്ലേ? ഓ അതല്ല ഇത് പിടിച്ചാൽ പറ്റി എത്ര രൂപ? 10-100 വെച്ചാൽ അടിച്ചു തരും. 200 വെച്ചിട്ട് 100 രൂപ ജോലിക്കാണ് പോകുന്നത്. ഡെയിലി 200 രൂപ പെറ്റി കൊടുക്കാനായി. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റൂ? ചെറുതായിട്ടൊക്കെ കാണാം. എന്നാ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. ഓക്കെ 350 പൈസ. അല്ല വിളിച്ച കോളിൻ്റെതേ 350. ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ വിളിച്ചത്. 350 പൈസ വിളിച്ചല്ലേ? പക്ഷെ അന്നാണെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചു. അയ്യോ അതെന്ത്? അപ്പൊ അണ്ണപ്പുറത്തിലെ കാര്യം വിളിച്ചിട്ടോ? അതല്ല നീ കയറി വിളിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചേണ്ട പൈസ. അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. നീ കാര്യം വിളിച്ച പോലെ ഇതൊന്നും പറയുന്നത് ഈ സാമാന്യ മര്യാദ ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയല്ല. എന്തുവാ? ഇതൊന്നും ശരിയല്ല. ഇത് ശരിയല്ല. ഇതൊന്നും ശരിയല്ല. നീ പൈസ തന്നിട്ടു ചുമ്മാ സംസാരിക്കാൻ പൈസ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലാണ് ഞാൻ കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതായത്. അത് ശരിയായില്ല. ലോൺ എടുത്ത ശരിയായില്ലേ? അതല്ല. പിന്നെ ഒരു മനുഷ്യനടുത്ത് ഇങ്ങനെ ഒന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ രാവിലെ കൈ നീട്ടാൻ പോലും വിട്ടില്ല കേട്ടാ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂല, തിരിഞ്ഞു വരെ നോക്കൂല കേട്ടോ. ഇനി ഇങ്ങോട്ട് വരൂല ഞാൻ. ഒരു കോള് വിളിച്ചിട്ട് ഇങ്ങനെ കേൾക്കണം. ഇനി കേട്ടാ ഞാൻ ഒന്നും നോക്കൂലല്ല. ഞാൻ ഒരു മനുഷ്യൻ, നിങ്ങൾ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ എന്നല്ല. എന്തുകൂടാ കോളം വിളിച്ചിട്ട് അവിടെ നിന്ന് പിണങ്ങുന്ന എന്റെ അടുത്ത്. ഒന്നില്ല അവളാ കാണിക്കേണ്ടത്. അല്ല വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പൈസ ഒക്കെ ഉണ്ടല്ലോ. അല്ല ഉണ്ട പൈസ ഒക്കെ ഉണ്ട. എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല. അല്ല ഞാൻ ചോദിച്ചല്ലേ ഉണ്ട്. ഇവിടെ ഓരോരുത്തർ വരുന്നത് കൊണ്ട് ഇപ്പൊ ഒരു അംഗം കാണിച്ചിട്ട് പോയത്. എന്നാ വേണ്ട എന്നോട് സംസാരിക്കും. പറഞ്ഞിട്ട് അയ്യോ ആളുണ്ട് കേട്ടോ. അഷ്ടം ഇപ്പൊ 3ാമത്തെ തവണ മനസ്സിലായി എനിക്ക്. നോക്കിട്ട് അവിടെ ചിലപ്പോ ആള് മാറിക്കണം. അയ്യോ അത് ചെറുതാട്ടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ് ഇതിന്ന് വിളിച്ചോ. അല്ല അല്ല അത് കുഴപ്പമൊന്നുമില്ല. അത് വിളിച്ചാൽ ആര് പറഞ്ഞു ഞാനാ സാധനം നീ തീരുമാനിച്ചാൽ മതി. ഹലോ അല്ല ആന്റി എവിടെ അല്ലേ? അണ്ടി ഓഫീസർ നമ്പർ മാറിപ്പോയില്ലേ? പക്ഷെ ബില്ലിന് മാറ്റമൊന്നും വരത്തില്ല. ആ മനോജേടാ നീ എന്തിനാ ഇന്നലെ വരാത്ത? നീ മഞ്ജുവിന്റെ കൂടെ ഞാൻ പറയാം. നീ എന്തിനാ ഇന്നലെ വരാത്ത? വല്ലവന്റെ ഒന്നും ബൈക്കൊക്കെ എടുത്താണ് നമ്മളവിടെ പാടുപെട്ട് വരണം. നീ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും. ഇന്ന് ഞാൻ റൂട്ട് പറഞ്ഞുതരാം. ആ റൂട്ടിൽ കറക്റ്റ് പോവാ. കാര്യം ഞാൻ നമ്മ റൂട്ട് പറയട്ടെ. നീ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി വഴുതക്കാട് വാ. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ബേക്കറിയിൽ വാ. ഫസ്റ്റ് ബേക്കറി വാ. അവിടെ നിന്ന് സ്റ്റാച്ചു നേരെ. ഓക്കെ സ്റ്റാച്ചു സെക്രട്ടറിയേറ്റ് അപ്പീൽ. അങ്ങോട്ടല്ല. അയ്യേ ഇത് എന്ത് ഇത്രയും നാള് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴി അറിഞ്ഞൂടെ അവര്. കുഴപ്പമില്ല നീ വന്നാ മതി. ഞാൻ വിളിച്ചോളാം. ആ നമ്പർ പറ. എവിടെ എഴുതാണെന്നാ കൈയാണ്ട് നമ്പർ പറ. 944720603. തന്നെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. മനുവിന്റെ ലാൻഡ് നമ്പർ അതിൽ വിളിക്കാം. മനുവിന്റെ ലാൻഡ് നമ്പർ 0472287362. എന്നൊന്ന് കണക്ക് നോക്കുക. ഓക്കെ. അല്ല അതിവിടെ അണ്ണങ്ങളെ സംസാരിക്കും. നീ കാര്യം ചെയ്യും. മണിയണ്ണന്റെ നമ്പർ കാരണം അവൻ നേരത്തെ
നേരത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യും, സ്ഥലം ഉണ്ടെന്നേ നെഞ്ചത്തോടെ അടിപ്പിക്കും. മണിയണ്ട നമ്പർ പറ. 9847385387. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ നിന്നെ അവനെ വിളിച്ച നമ്പർ കൊടുക്കാം. അവിടെ മണിയണ്ണന്റെ നമ്പർ കിട്ടിയണ്ട, ഞാൻ പറഞ്ഞുതരാം. മണിയണ്ണ നമ്പർ മണിയണ്ണനൊക്കെ എവിടെയാണ്? 9847373865. ഓക്കെ, നീ എവിടെ വിളിക്കാം. എത്ര 6250 രൂപ. 6250. എന്താണ്? എന്ത് 3 കോളിന് 6250? എന്താ കുഴപ്പമുണ്ട്? അന്നെന്താണോ പറയുന്നത്? എടാ, എനിക്ക് കിട്ടാനുള്ള പൈസയുടെ ആൾക്കാരുടെ പേരും കണക്കും അവിടെ എഴുതി വെച്ചിരുന്നത്. അത് കംപ്ലീറ്റ് നീ കുത്തി കയറിയില്ലേ? ഇനി ഞാൻ അടുത്ത് പോയി മേടിക്കും. അത് ഞാൻ തരണം. പിന്നെ നീ ഉണ്ടായിരുന്നു 6250. 6250 നീ തരണമെന്ന്. ഇതിനകത്ത് ഞാൻ കാർ വിളിച്ചു പോയി പറഞ്ഞാൽ നീ ആരെ വിളിച്ചു പോഞ്ഞത്? നീ എന്താ ഇങ്ങോട്ട് വന്ന് കളി? ഇതൊന്നും മര്യാദയാണെന്നോ? ഞാൻ ഒരു കേസ് പറയട്ടെ, ന്യായമായിട്ട് സംസാരിക്കും. ഈ 6250 രൂപ ഒരു 3 കോൾ വിളിക്കുന്നതിന് അന്ന് ആരെങ്കിലും വിളിച്ചു ഒരു 3 അവസരം വിളിക്കും. എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ അടുത്ത് പോയി മേടിക്കൂടാ. അടുത്ത് പോയി മേടിക്കും. അന്ന് ഞാൻ ചുമ്മാ കളിക്കല്ലേ? ഒന്നായിട്ട് കാലം വയ്യാത്ത കാലത്ത് ഒറ്റ വിഷയം തരും പറഞ്ഞിട്ടുണ്ട്. അജലാണ് തരും. ഞാൻ പറയട്ടെ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടുന്നത് നിങ്ങളെ കണക്ക് പുസ്തകം വരുന്നു. നീ താഴെ ഇറങ്ങി വാ. നീ കൊമ്പത്തോട്ട് പോകുന്ന എന്തിനു? കൊമ്പത്ത് പോയതല്ല, ഇല്ലാത്തോണ്ടാ പറ. അങ്ങനെ എത്ര രൂപ തരാം? ഞാൻ എന്ത് വേണമെന്നാ നീ ഇവിടെ നഷ്ടപ്പെടണം? അല്ല, ഞാൻ നഷ്ടപ്പെടണമെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അന്ന് ഈ വയ്യാത്ത കാര്യം കൊണ്ട് ഇവിടെ വന്നിരിക്കണം. 6250 ഞാൻ തരാം. പക്ഷെ എന്റെ ഇന്നില്ല. പിന്നെ എന്ത് തരും? ഞാൻ ഘട്ടം ഘട്ടമായിട്ട് തരാം. എങ്ങനെ? ഇന്നൊരു 200 രൂപ തരാം. ഇന്ന് നീ ഒരു 200 രൂപ തരും. ബാക്കി എത്ര രൂപ വരും? 6500. അതിലൊരു 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച തരാം. 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച. ഇന്ന് എത്ര ഉണ്ട്? 3050. 3050. അതിന്റെ തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഒരു 3000 കൂടെ തരാം. 3000 കൂടെ തരും. തരാം. പിന്നെ എത്ര രൂപ ഉണ്ട്? പിന്നെ വെറും 50 രൂപ. ഒരു 50 രൂപ. 50 രൂപ. അതിന്റെ പേരെന്താ? രവി. സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് കൂത്താട്ടുള്ളൂ. കൂത്താട്ടുകുളം രവിയാണ്. വെറും 50 രൂപ. മനുഷ്യനെ തിരിച്ചറിയാൻ പടിയാണ്. ഞാൻ പറയണ അന്ന് ഇപ്പൊ വീട് കിടന്നാലും ഞാൻ എടുത്തോണ്ട് വെറും 50 രൂപയ്ക്കൊക്കെ ഞാൻ പറയണമെന്ന് മനസ്സിലായി. ഒരു ജന്മമുള്ള അത് ജീവിക്കുക. മനുഷ്യനെ തിരിച്ചറിയാം. വെറും 50 രൂപയ്ക്കൊന്നും ഈ കിടന്ന് സംസാരിക്കരുത്. അല്ല ഞാൻ പറഞ്ഞെന്തോ അന്ന് നിസ്സാരം ഒരു 50 രൂപ തന്നെ. അല്ലാതെ നിങ്ങൾ പറ്റും. എന്നാലും നമ്മള് മോശമാണ്. വീട് കിടന്നാലേ ഞാനേ ഉള്ളു ഇല്ലേ പോയാ 50 രൂപയ്ക്ക് സംസാരം. വെറും 50 രൂപ. നിസ്സാരപ്പെട്ട 50 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കാര്യമില്ല. എന്തായാലും അവൻ ഒരുപാട് ഫീൽ ചെയ്ത് ഞാൻ എന്തുപോലെ എപ്പോഴാ? അയ്യോ, അതിന് നീ ഞാനത് കളിയാടാ. അയ്യോ, അവിടെ ആരുമില്ല അവിടെ. അയ്യോ, കഷ്ടം പാവം. അയ്യോ, അവിടെ ആരുമില്ല വേറെ. അയ്യോ, അയ്യോ, എന്റെ കുഞ്ഞുമോനെ ഫോൺ വിളി. പൈസ ഇല്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും കുറെ അമ്മമാർ ഫ്രീ ആയിട്ട് വിളി. എന്തായാലും ഇതൊരു നല്ല കാര്യത്തിലല്ലേ? അറിയാതാ ഈ വരുമ്പോഴേ ഒരു 24 ടി വി ഉണ്ട് പറഞ്ഞാടാ. വീട്ടിൽ നിന്ന് കമ്മണങ്ങളാ ടി വി. നീ വലുത് കൊണ്ടുപോവാ. പിന്നെ VCD എടുത്തോളാടെ. എൻ്റെ മൊബൈലിലെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാലോ. ആരൊക്കെ പൈസ ഞാൻ പറഞ്ഞല്ലോ. ചുമ്മാ എപ്പോഴും ചോദിക്കാം കേട്ടാ. അത് നല്ല VCD കൊണ്ടുവരണേ. പിന്നെ ബൂത്തിലെണ്ണ ശല്യപ്പെടുത്തുന്നത് തിരക്കടാ. പിന്നെ ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പലർത്തും രാവിലെ മുമ്പ് ചിരിക്കാനും പോകണ്ട പോകുന്നത്. അമ്മ ഞാൻ ആരൊക്കെ എടുക്കും വൈകുന്നേരം ചോദിക്കാം. ഞാൻ പറഞ്ഞ പിന്നെ ഒരു 3-4 കുപ്പി സ്കോച്ച് കൊണ്ടുപോകണം. ഇളയത്തിനൊക്കെ ഇപ്പം വരും. നമുക്കെല്ലാം കൂടെ വൈകുന്നേരം നീ വാ കുറെ വിറ്റുണ്ട്. ഞാൻ പറഞ്ഞു ശല്യപ്പെടുത്തരുത്. എന്റെ ബൂത്തിലാണല്ലോ നമ്മളെ ജയിച്ചല്ലോ കിടന്ന് ശല്യപ്പെടുത്തില്ല. ഓ ഇവൻ വന്നിട്ട് കുറെ തിരിക്കാറുണ്ട്. എനിക്ക് നീ വിളിച്ച എത്ര രൂപയ്ക്കാണെന്നറിയോ? 250 രൂപ.
പെട്ടെന്ന് പോകാൻ. ഭഗവാനെ, ഇന്നെല്ലാവരും വന്ന ഈ ഗതിയില്ല. കൈനീട്ടം പോലും ഇവിടെ വിറ്റിട്ടില്ല. അയ്യോ പാടില്ല. ആളില്ല. ഓ, അങ്ങനെങ്കിലും 10 വയസ്സുണ്ട്. ആ പാവപ്പെട്ട നേരത്തെ വിളിക്കാൻ വന്ന യുവമാരൊന്നും സമ്മതിച്ചു. എല്ലാം ഈ ഗതി നന്നായിപ്പോയി. കേട്ടോ കേട്ടോ, നമ്പറൊന്നും കുത്തുന്നില്ലേ? ഓ, ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാണ്. അല്ല ചേട്ടാ, ഓ ഓ, അല്ല അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അനക്കൊക്കെ ഉണ്ടേ. ഹലോ ചേട്ടോ, ചേട്ടാ, ഓ, അവിടുന്ന് വിളി വെച്ചാലും കേൾക്കുന്നില്ല. അതൊക്കെ ഉണ്ടേ, പുറത്തോട്ട് കേൾക്കത്തില്ലേ? ഏത് അണ്ണ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഏതോ കാമുകി എങ്ങാണ്ട് വിളിക്കാന്ന് തോന്നുന്നു. രഹസ്യമാണെന്ന് തോന്നുന്നു. മൂത്ത നടന്ന് അനങ്ങുന്നില്ല, ചവിട്ടി കുളിക്കുമല്ല അവിടെ. ഇതെന്തോട്ടോ തോളെ കിടക്കുന്നത്? അതുകൊണ്ട് നല്ല സെറ്റപ്പ് കേട്ടോ. ആദ്യമായിട്ടാ ഇങ്ങനെ. ശരി. ഫോണുണ്ട്, ഫാനുണ്ട്, സൂപ്പർ. അതെന്നാ ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് വിവരം ഇപ്പഴേ വേണ്ട, അതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അവർക്ക് സമയം കിടക്കില്ല, സംഭവം ചെയ്യാം, മുറി പിടിപ്പിക്കാം. പക്ഷെ നമുക്കിപ്പോ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം, ഒരു കപ്പ്, ഒരു കക്കൂസ്. പിന്നെ ആ കപ്പിന്റെ കാര്യം മറക്കണ്ട, ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനടുത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ.